നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. രാജഭരണകാലത്തെ ഓർമ്മകളുമായി വെസ്റ്റ് കൊരട്ടി യദുകുലം വീട്ടിൽ ആദ്യമായി സർക്കാരിന്റെ അംഗീകാരമായ ഉത്രാടക്കിഴിയെത്തി. മനക്കുളങ്ങര സാംസ്കാരിക നിലയത്തിന്റെയും മനക്കുളങ്ങര തണൽ വയോജന സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്തു. സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് CPM കൊടകര സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ വാർത്തകൾ വിശദമായി. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലായിരുന്നു നാടും നഗരവും. വ്യാപാര സ്ഥാപനങ്ങൾ, തുണിക്കടകൾ, പച്ചക്കറി കടകൾ എന്നിവിടങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഏത് സമൂഹത്തിനും തങ്ങളുടേതായ ഉത്സവാഘോഷങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഓണം സങ്കല്പങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വേറിട്ടൊന്നാണ്. മനുഷ്യരെല്ലാവരും സമന്മാരായിരിക്കുകയും കള്ളവും ചതിയും ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു കാലത്തിൻ്റെ സ്മരണയിലേക്കാണ് ഓണം നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നാൽ മലയാളിയുടെ ഓണം എല്ലാ കാലത്തും സമൃദ്ധമായിരുന്നില്ല. വയനാട് ദുരന്തത്തിന്റെ പകപ്പ് മാറാതെയാണ് ഇത്തവണ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ദുഃഖങ്ങളെ കുറച്ചു നേരമെങ്കിലും മറന്നുകൊണ്ട് ഒരുമിച്ചുള്ള ഒരു ഓണം. രാജഭരണകാലത്തെ ഓർമ്മകളുമായി വെസ്റ്റ് കൊരട്ടി യദുകുലം വീട്ടിൽ ആദ്യമായി സർക്കാരിന്റെ അംഗീകാരമായ ഉത്രാടക്കിഴിയെത്തി. യദുകുലം വീട്ടിൽ രാജീവ് വർമ്മയുടെയും ഉമ വർമ്മയുടെയും മകളായ പാർവതി വർമ്മയ്ക്കാണ് ആദ്യമായി സർക്കാരിന്റെ ഉത്രാടക്കിഴി ലഭിച്ചത്. കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരിയാണ് പാർവതി വർമ്മ. രാജവംശത്തിലെ സ്ത്രീജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുവാൻ രാജാവ് നൽകി വന്നിരുന്ന തുകയാണ് ഉത്രാടക്കിഴി. രാജഭരണം മാറിയപ്പോൾ ഉത്രാടക്കിഴിയുടെ വിതരണം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. വീണ്ടുമൊരു പഴയകാല സ്മരണയാണ് ഉത്രാടക്കിഴി ഉണർത്തുന്നതെന്നും സർക്കാരിന്റെ അംഗീകാരത്തെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായി പാർവതി വർമ്മ പറഞ്ഞു. കൊരട്ടി MAM ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പാർവതി വർമ്മ. ഇവരുടെ അമ്മ നടക്കൽ കോവിലകം വീട്ടിലെ അംഗമാണ്. ഇവരുടെ ഉത്രാടക്കിഴി കണയന്നൂർ താലൂക്കിലെ ഇടപ്പള്ളി കോവിലകത്താണ് ലഭിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം അവിടെ പോയി ഉത്രാടക്കിഴി സ്വീകരിച്ചതായി ഉമാവർമ്മ പറഞ്ഞു. ചാലക്കുടി തഹസീൽദാർ KS ജേക്കബ്, ഡെപ്യൂട്ടി തഹസീൽദാർ PS ജയദേവൻ, കല്ലൂർ വടക്കുമുറി വില്ലേജ് ഓഫീസർ സോന വിജയ് എന്നിവരാണ് ഉത്രാടക്കിഴി വീട്ടിലെത്തിച്ചു നൽകിയത്. ചാലക്കുടി താലൂക്കിൽ ഇതോടെ 3 പേരാണ് സർക്കാരിന്റെ അംഗീകാരമായി ഉത്രാടക്കിഴി ഏറ്റുവാങ്ങുന്നത്. സ്ത്രീജനങ്ങൾക്ക് കൊടുക്കാൻ അതിനോടനുബന്ധിച്ച് ഈ തവണത്തെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ കുട്ടി പാർവതി വർമ്മ യദുകുലം വീട്ടിൽ രാജീവ് വർമ്മ മകൾ പാർവതി അമ്മയ്ക്ക് ആദ്യമായിട്ട് ഇന്ന് ഉത്രാടക്കിഴി കൊടുക്കാനായിട്ടാണ് ചാലക്കുടി തഹസിൽദാരായ ഞാനും മനക്കുളങ്ങര സാംസ്കാരിക നിലയത്തിന്റെയും മനക്കുളങ്ങര തണൽ വയോജന സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മനക്കുളങ്ങര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ ഓണാഘോഷം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സംഘം പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം MM ഗോപാലൻ, സംഘം അംഗം ഷാൻ, സംഘം സെക്രട്ടറി NV ബിജു എന്നിവർ സംസാരിച്ചു. കൊടകര ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുത്ത റോസ്ലി പാപ്പച്ചനെ അനുമോദിച്ചു. കൂടാതെ വയോജനങ്ങൾക്ക് ഓണക്കോടി വിതരണവും ഓണസദ്യയും ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ കാരണവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഓണവിരുന്ന് അത്ര മാത്രം കരുതിയാൽ മതി. കഴിഞ്ഞ വർഷം നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ചടങ്ങായിരുന്നു. അതായത് തണൽ വീട്ടിൽ ഓണസദ്യ സംഘടിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നപ്പോൾ അവസാന നിമിഷമാണ് നമ്മുടെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞത് നമുക്കൊരു ഓണവിരുന്ന് കൊടുക്കണം. ഇങ്ങനെ എല്ലാ 3 സമുച്ചയവും ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ നിലവിലില്ല. അതുകൊണ്ടാണ് തന്നെ ആൾക്കാരുടെ പ്രത്യേകതയായിരുന്നില്ല. ഇവിടെ എപ്പോൾ വന്നാലും 10-20 പേരെ നമുക്ക് കളിക്കാൻ കിട്ടും. ഏത് മീറ്റിങ്ങിലായാലും ഏത് പരിപാടിയിലായാലും ഇവിടെ വന്നത് അവരുടെ വിളിച്ച് എല്ലാവരും വിളിച്ചു കൂടിയ ഒരു സ്ഥലമാണ്. 11 ഏഴാം തീയതി
പേരാമ്പ്ര പടിഞ്ഞാട്ടുമുറി അമ്പു സമുദായ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മാന പെരുമഴ കൂപ്പൺ നറുക്കെടുപ്പിന്റെ സമ്മാനദാനം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നടന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് മുഖ്യാതിഥിയായി. ഉള്ളതുകൊണ്ട് തന്നെ പൊതുപരിപാടികളൊക്കെ തന്നെ ആഘോഷ പരിപാടികളൊക്കെ ചുരുക്കിയാണ് എല്ലാവരും നടത്തുന്നത്. എങ്കിലും വീട്ടിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, വീട്ടുകാരെല്ലാവരും ഒന്നിച്ചു കൂടുക എന്ന് പറയുന്നതാണ് മലയാളിക്ക് ഏറ്റവും കൃത്യമായ ഓണാഘോഷം എന്ന് പറയുന്നത്. അല്ലേ, ഏറ്റവും അധികം ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക എന്നതല്ല, ഒരുമിച്ചിരുന്ന് കൂട്ടുകൂടുക, വർത്തമാനം പറയുക, ഭക്ഷണം കഴിക്കുക, കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് ഉണ്ടെങ്കിലും നമുക്കറിയാം, ചെറിയ സന്തോഷങ്ങളില്ലാതെ നമുക്ക് കേരളത്തിലെ ഓണം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഗാന്ധിനഗറിൽ ക്ലബ്ബ് പരിസരത്ത് നടത്തിയ വിതരണം ക്ലബ്ബ് സെക്രട്ടറി ടി ജി അജോ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടി സി സജിത് കുമാർ, കൺവീനർ കെ വി ശ്രീജിത്ത്, ടോമി കള്ളിയത്തുപറമ്പിൽ, വിനയൻ എന്നിവർ നേതൃത്വം നൽകി. ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് മുൻ വർഷങ്ങളിലും വിതരണം ചെയ്തു വരുന്നുണ്ട്. കൂടാതെ ഏകലവ്യ കലാകായിക സമിതിയും ഒയാസിസ് ക്ലബ്ബും ചേർന്ന് തിങ്കളാഴ്ച ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഗാന്ധിനഗറിൽ ഓണനിലാവ് 2024 എന്ന പേരിൽ നടത്തുന്ന ഓണാഘോഷം പുതുമുഖ ചലച്ചിത്ര താരം ഗോകുൽ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഒയാസിസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാഷ് അധ്യക്ഷത വഹിക്കും. ടി ജി അജോ, ഷജിത് കുമാർ എന്നിവർ സംസാരിക്കും. കലാഭവൻ ജയൻ നേതൃത്വം നൽകുന്ന നാടൻപാട്ട്, മാജിക് ഡാൻസ് തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച് മെഗാ ഇവന്റ് അരങ്ങേറും. ഏകലവ്യ കലാകായിക സമിതിയുടെ ഓണത്തിനോടനുബന്ധിച്ച് നമ്മളെല്ലാ വർഷവും നിർദ്ധരായ വീട്ടുകാർക്ക് ഓണക്കിറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്നാണ് കൊടുക്കുന്നത്. 16-ാം തീയതി തിങ്കളാഴ്ച ഏകലവ്യ കലാകായിക സമിതിയുടെ ഓണാഘോഷം ഈ ക്ലബിൻ്റെ പരിസരത്ത് നടക്കും. വൈകിട്ട് ജയൻ കലാഭവൻ അവതരിപ്പിക്കുന്ന മെഗാ ഷോ ഉണ്ടായിരിക്കും. ഓണത്തിനോടനുബന്ധിച്ച് നിർദ്ധരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പച്ചക്കറി പലവ്യഞ്ജനമായിട്ടുള്ള കിറ്റാണ്. ക്ലബിൻ്റെ മുഴുവൻ ഭാരവാഹികൾ ഈ ക്ലബിൻ്റെ പേരിൽ ഇന്നിവിടെ ഓണത്തോട് സംബന്ധിച്ച് പച്ചക്കറി കൊടുക്കുവാനും ക്ഷണിച്ചതിന് അതുപോലെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ 3ാമത് പദ്ധതിയായ വൃന്ദാവനം ശ്രീകൃഷ്ണ പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഗോപൂജയോടെ ആരംഭിച്ച ചടങ്ങ് കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ, മാളികപ്പുറം ഫെയിം ദേവനന്ദ, ദേശീയ അവാർഡ് ജേതാവ് മാസ്റ്റർ ശ്രീപദ്, തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ആമേട വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ആറേശ്വരൻ മലയും കോടശ്ശേരി മലയും കനകമലയും സംഗമിക്കുന്ന വട്ടേക്കാട് 70-ലധികം പശുക്കളോട് ചേർന്നുള്ള ഗോശാലയുടെ അടുത്താണ് ശ്രീകൃഷ്ണ പാർക്ക്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പശുക്കളുമായി കൂടുതൽ അടുക്കുവാനും ഉല്ലാസത്തിനും ഉതകുന്ന രീതിയിലാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. RSS ബ്രാഞ്ച് കാര്യവാഹ് PN ഈശ്വരൻ, SS മേനോൻ, RSS വിഭാഗം സംഘചാലക് KS പത്മനാഭൻ, ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ R പ്രസന്നകുമാർ, ബാലഗോകുലം സംസ്ഥാന ജനറൽ സെക്രട്ടറി KN സജികുമാർ എന്നിവർ സംസാരിച്ചു. RSS ദക്ഷിണ ക്ഷത്രിയ പ്രചാരക് ഹരികൃഷ്ണൻ ഓണപ്പുടവ വിതരണം ചെയ്തു. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് CPM കൊടകര സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ അനുശോചന യോഗത്തിൽ KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ വെട്ടത്തുപറമ്പിൽ, വിവിധ സംഘടനാ നേതാക്കളായ സദാശിവൻ കുറുവത്ത്, ഗിരീശൻ കണ്ണത്ത്, KO വർഗീസ്, ഷോജൻ ടി വിധേയത്തിൽ, PS വിജയൻ, SN ട്രസ്റ്റ് ചെയർമാൻ രാജൻ ബാബു, CPIM മുതിർന്ന നേതാവ് വാസുദേവൻ നായർ, CM ബബീഷ്, KV നൈജോ, VK മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. 8-ാം നൂറ്റാണ്ടിലോ മറ്റോ മദ്രാസ് പ്രവിശ്യയിലേക്ക് താമസം മാറിയ രജപുത്ര വംശത്തിൽ പെടുന്നയാളാണ്. അവരുടെ മകളെയാണ് സീതാറാം കല്യാണം വിവാഹം കഴിക്കുന്നത്. നോക്കുക, എനിക്കുണ്ടായ മകനെ ഏത് ജാതിയിൽ വിളിക്കും? ആന്ധ്രയിൽ നിന്നും ദക്ഷിണേന്ത്യൻ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. രാജഭരണകാലത്തെ ഓർമ്മകളുമായി വെസ്റ്റ് കൊരട്ടി യദുകുലം വീട്ടിൽ ആദ്യമായി സർക്കാരിന്റെ അംഗീകാരമായ ഉത്രാടക്കിഴിയെത്തി. മനക്കുളങ്ങര സാംസ്കാരിക നിലയത്തിന്റെയും മനക്കുളങ്ങര തണൽ വയോജന സംഘത്തിന്റെയും നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്തു. സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് CPM കൊടകര സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.